അസ്സലാമു അലൈക്കും. ഇന്ന് ബീഫ് സ്റ്റേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന, അതായത് കുക്കിംഗ് ടൈം വളരെ കുറവുള്ള നല്ലൊരു ഐറ്റമാണ്, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ ചിമിച്ചൂരി സോസാണ് ഉണ്ടാക്കുന്നത് സ്റ്റേക്കിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട്. അപ്പോൾ ഈ സോസ് പിന്നെ നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള, ഉപ്പൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി സോസാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് പാർസ്ലി ലീവ്സാണ്. പാർസ്ലി ലീവ്സ് നമുക്കറിയാം മല്ലിയില പോലെ കാണുമ്പോൾ, പക്ഷേ അതിൻ്റെ ഫ്ലേവർ അങ്ങനെയല്ല. പാർസ്ലി ലീവ്സും പിന്നെ കുറച്ച് റോസ്മേരി, തൈം, ഒറിഗാനോ, പിന്നെ ചില്ലി ഫ്ലേക്സ്, പെപ്പർ, പിന്നെ ഒലീവ് ഓയിൽ, ഗാർലിക്ക്, അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇപ്പം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വക സാധനങ്ങളെല്ലാം കൂടിയിട്ട്, അപ്പോൾ ഒലീവ് ഓയിൽ കുറച്ചധികം വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഒന്ന് മിക്സിയിലെടുത്തിട്ട് നന്നായി അരച്ച് നല്ലൊരു ചട്നി ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു വെസ്റ്റേൺ ചട്നി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ പൊടികളും സംഭവങ്ങളും എല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ പാർസ്ലി ലീവ്സും കൂടി അതിലിടുക. അപ്പോൾ ഒരു നാരങ്ങയുടെ ജ്യൂസും ഒരു ടേബിൾ സ്പൂണ് വിനീഗറും ആഡ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളി, ഒറിഗാനോ, റോസ്മേരി, പിന്നെ തൈം, ഇതെല്ലാം കൂടിയിട്ട് ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടിയിട്ട് നന്നായി അരച്ചതിന് ശേഷം പാർസ്ലി ലീവിലും കൂടി ഇട്ടിട്ട് ഒലീവ് ഓയിലും ഒരു ശകലം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് വീണ്ടും അരച്ചതിലേക്ക് കുറച്ചും കൂടി ഒലീവ് ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പം നല്ലൊരു കാണാനും നല്ലൊരു ടെക്സ്ചറും കഴിക്കാനും അടിപൊളിയായിട്ടുള്ള ഒരു സോസാണിത്. അപ്പം നമ്മുടെ ബീഫ് സ്റ്റേക്കിനുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ബീഫ് സ്റ്റേക്ക്. ഇപ്പോൾ ഈ ബീഫ് സ്റ്റേക്ക് ആക്കണതിൻ്റെ ഇങ്ങനത്തെ പീസ് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നാട്ടിലാണെങ്കിലും പിന്നെ എവിടെയാണെങ്കിലും ഇപ്പം നമുക്ക് സ്റ്റേക്കിനുള്ളത് കിട്ടുന്നുണ്ട് അല്ലേ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ലൈസ് പീസസ് ആക്കിയിട്ട് വാങ്ങിച്ചാലും മതി ബീഫ് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടു, കുരുമുളക് ഇട്ടു, പിന്നെ ഇട്ടത് ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ ഓപ്ഷണലാണ്, അത് വേണമെന്നില്ല. അപ്പം എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടെന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഗാർലിക് അതിലിടും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10-30 മിനിറ്റ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നന്നായിട്ട് ആ ഉപ്പും പിന്നെ കുരുമുളകിൻ്റെ എരിവും ഗാർലിക് പൗഡറിൻ്റെ ഫ്ലേവറും ഒക്കെ ഒന്ന് അതിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ അത് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 15 to 30 മിനിറ്റോളം നമ്മൾ അങ്ങനെ ഒന്ന് നന്നായി പിടിപ്പിച്ചിട്ട് വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് നേരമല്ലേ, ഒരു 4 മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കണത്. അപ്പോൾ ഇത് വെന്ത് കിട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ പച്ച പോലെ ഇരിക്കുകയോ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയല്ല, ഇത് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് വളരെ ഷോർട്ട് ടൈമിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കുക്കായി കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് 2 മിനിറ്റ് തൊട്ടിട്ട് 5 മിനിറ്റ് വരെ ഇത് നമുക്ക് വേവിക്കാം. പക്ഷേ 2 മിനിറ്റ് 2.5 മിനിറ്റൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ആ ഒരു റെഡിഷ് കളറ് കാണാൻ കഴിയും നമുക്ക്. വെന്തിട്ടുണ്ട്, പക്ഷേ അത് കാണുമ്പോൾ എന്തോ ഒരു മനപ്രയാസം. അതുകൊണ്ട് ഞാനിത് ഒരു 4 മിനിറ്റ്സ് വരെ വേവിച്ചിട്ടുണ്ട്. 4 to 5 മിനിറ്റ്സ് ആണെങ്കിൽ നമുക്ക്, അതായത് നമ്മൾ മലയാളികൾക്കൊക്കെ അല്ലേ കുക്ക് ചെയ്യുന്ന, നമ്മൾ നല്ലോണം 1 മണിക്കൂറോളം ബീഫ് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കത് അങ്ങനെ ആ ഒരു മനപ്രയാസം മാറ്റാൻ വേണ്ടിയിട്ടൊരു 4 മിനിറ്റ് ഞാനത് കുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും പെർഫെക്റ്റ് അതിൻ്റെ വേവ് തന്നെയാണ്. അതിന് ഒരു അളവൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേക്ക് കുക്ക് ചെയ്യുന്നതിന് മീഡിയം റെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. നിങ്ങൾ 4 മിനിറ്റ് കുക്ക് ചെയ്താൽ പെർഫെക്റ്റ് സ്റ്റേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിത് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്കാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം ബട്ടറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ബട്ടർ നല്ല ചൂടായിരിക്കണ പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കരിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് വെച്ചതിന് ശേഷം ബട്ടറും ഗാർലിക്കും റോസ്മേരി ആൻഡ് ഒറിഗാനോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഈ സ്റ്റേക്ക് പീസസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് അതിങ്ങനെ ഒന്ന് ഷ്രിങ്ക് ചെയ്യണ പോലെ ആവും. മീറ്റ് ചൂട് തട്ടുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഓയിലും പിന്നെ കുറച്ച് ഗാർലിക് ചതച്ചതിട്ടു, റോസ്മേരി ലീവ്സ് 1 സ്പൂൺ ഇട്ടു, പിന്നെ ഒറിഗാനോ 1 സ്പൂൺ ഇട്ടു, ബട്ടർ ഒരു 70 ഗ്രാമോളം ചേർത്തിട്ടുണ്ട്.
എന്നിട്ട് നന്നായിട്ട് അതിൽ കിടന്നിട്ട് 4 മിനിറ്റ് കറക്റ്റ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ക്ലോക്കിൽ നോക്കി ചെയ്താലും കുഴപ്പമില്ല. 4 മിനിറ്റ് മതി. 4 മിനിറ്റിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരു റബ്ബർ, അതായത് ആ വേവിന് സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ 4 മിനിറ്റാണ് അതിൻ്റെ ഒരു കറക്റ്റ് വേവ് എന്ന് പറയണത്. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, അതിലൊന്നും ഒരു സംശയം വേണ്ട. പക്ഷേ നമ്മളത് ഇങ്ങനെ ഒരു ബട്ടറി സോസ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഒറിഗാനോൻ്റെ, റോസ്മേരിയുടെയും പിന്നെ ഗാർലിക്കിൻ്റെയൊക്കെ, അതിൻ്റെയൊക്കെ ആ ഒരു പെപ്പറിൽ അതൊക്കെ ആ ഒരു ഇപ്പോൾ കണ്ടോ അതിങ്ങനെ ഒരു സോസ് പരുവായി. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് 4 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പണി. അപ്പം കുറേ നേരം നമുക്കിതുമ്മൽ ഇങ്ങനെ വേവാൻ സമയം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പാന് നല്ല ചൂട് വേണം കേട്ടോ. ശരിക്കും ഇത് അയൺ സ്കില്ലറ്റ്സിലാണ് ഇവർ ചെയ്യുക. അപ്പോൾ ഈ അയൺ നല്ല ചൂടാവുമല്ലോ. ഇതിപ്പോൾ നമ്മളെ പാന് നമുക്ക് മാക്സിമം എത്രയാണ് ഹീറ്റ് കിട്ടണത് അത് നോക്കിയിട്ട് അതിൽ നിങ്ങൾ കുക്ക് ചെയ്യുക. അങ്ങനെ ഉള്ള ആൾക്കാർ, ഇനി അയൺ സ്കില്ലറ്റ് ഉള്ള ആൾക്കാർ അങ്ങനെ നല്ല ചൂടിൽ തന്നെ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ചൂടും ആ സോസും ഒക്കെ എത്തുന്ന വിധത്തിൽ ഒന്നൊഴിച്ച് നന്നായി എടുക്കുക, കുക്ക് ചെയ്തിട്ട് എടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ 2-2.5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് തന്നെ ഇതിൻ്റെ, കാരണം നല്ല ചൂടിൽ കിടക്കുകയല്ലേ, അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും. കണ്ടില്ലേ, നല്ല ഇങ്ങനെ കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിത് ഒരു 4 മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ ഇത് കഴിക്കണ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മാഷ്ഡ് പൊട്ടാറ്റോസിൻ്റെ കൂടെ, അതേപോലെ പാസ്ത, ബ്രെഡ് പല ബ്രെഡ് ഐറ്റംസ് ഏതാണെങ്കിലും അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളി റാപ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ സോർട്ടഡ് വെജിറ്റബിൾസ്. അപ്പോൾ ഈ സോസ് തന്നെ ഇപ്പം ഇത് നമ്മൾ പിന്നെ ഇതിപ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇത് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഓയിലും ബട്ടറും ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു കരിഞ്ഞെന്നുള്ളൊരു ഫീലൊന്നും വരണ്ട. അതും ഒരു നല്ലൊരു ഫ്ലേവർ ഇതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും സൈഡിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും കരിഞ്ഞു പോയോ എന്നൊക്കെ. കരിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അത് നല്ലൊരു ഫ്ലേവർ അതിന് കൊടുക്കും, നല്ലോണം മൂപ്പിച്ച. അപ്പോൾ ഈ നമ്മൾക്ക് ബാലൻസ് വന്നിട്ടുള്ള ഈ ഓയിലിലോട്ട് നമുക്ക് വേണമെങ്കിൽ സോർട്ടഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കാം അത് വെച്ചിട്ട്. അപ്പോൾ അതിന് ബ്രോക്കോളി, ബീൻസ്, അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മഷ്റൂംസ്, അതൊക്കെ നമുക്ക് ഇട്ടിട്ട് അതിൽ നിന്നൊന്ന് സോർട്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സോർട്ടഡ് വെജിറ്റബിൾസ് കിട്ടും. അപ്പോൾ ആ വെജിറ്റബിൾസും ഈ ബീഫ് സ്റ്റേക്ക് നമ്മൾ മുറിച്ചിട്ട് അതും കൂടിയിട്ട് നല്ല അടിപൊളി റാപ്സ് ഉണ്ടാക്കാൻ കഴിയും. സാൻഡ്വിച്ച് പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ചിമിച്ചൂറി സോസോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസസൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല റാപ്പുകൾ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയും കഴിക്കാം. അപ്പം നമ്മൾ സ്റ്റേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ. വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇത് മുറിക്കാൻ കഴിയും ഇങ്ങനെ. അപ്പോൾ ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് ഞാനിതിങ്ങനെ മുറിച്ച് അങ്ങനെ ഫിംഗർ പീസസ് ആക്കിയിട്ട് ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ല എരിവും പുളിവും ഒക്കെ ഉള്ള നല്ലൊരു ബീഫിൻ്റെ ഒരു ഡിഷാണിത്. ചിമിച്ചൂരി സോസ് കേട്ടോ. ചിമിച്ചൂരി സോസ് അതിൻ്റെ മേലെ നമുക്ക് ഒഴിച്ച് സോർട്ടഡ് വെജിറ്റബിൾസ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു, ആ ബീൻസ് വെച്ചിട്ട് ഒന്ന് സോർട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ബീൻസ്. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് പീസസാണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ബട്ടറും പെപ്പറും ബീഫും പിന്നെ ആ ഹെർബ്സും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പി, ഒരു ഒത്തൻറ്റിക് റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങളെങ്ങനെയാണ് ഈ ബീഫ് സ്റ്റേക്ക് കഴിക്കാറുള്ളത്, എന്തിൻ്റെ കൂടെയാണ് നിങ്ങൾ കഴിക്കാറുള്ളതെന്നും കൂടി കമൻറ്റിൽ പറയുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.